ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കല്യാണ വീഡിയോ ആണ്. ഒരു കല്യാണത്തിന് പോകുകയാണ് നമ്മൾ. ഞാൻ വിചാരിച്ചു അത് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. കല്യാണം വേറെ ആരുടെ അല്ല, നമ്മുടെ മമ്മിയുടെ അനിയത്തിയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്നാണ് കല്യാണം വരുന്നത്. അപ്പോൾ ഇന്ന് പോവുകയാണ്. നമ്മൾ കല്യാണത്തിന് പോകുന്നത് ഞാനും ഹസ്ബൻഡും അപ്പച്ചനും മമ്മിയും മാത്രമല്ല, അപ്പം എൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യ ജോഷിനിയും ഉണ്ട്. ചേട്ടനെ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും. ഒരു അൽ വടക്കൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉള്ള ഒരാളാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് ഇൻട്രൊഡക്ഷൻ തരുന്നില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. കണ്ടാലോ? കല്യാണത്തിന് കൃത്യസമയത്ത് എത്തണമെന്ന മമ്മിയുടെ തീരുമാനപ്രകാരം നമ്മൾ വളരെയധികം നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ 8 മണിയോട് കൂടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമുക്ക് ഈ അങ്കമാലി റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള റൂട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങിയത്. പക്ഷേ നമ്മൾ വിചാരിച്ച മാതിരി തന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ടെമ്പിൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. ശ്രീ ശങ്കരാചാര്യ ടെമ്പിളാണ്. ടെമ്പിളിൽ വളരെയധികം പ്രസിദ്ധി ചെയ്തിട്ടുള്ള ടെമ്പിളാണ് കേട്ടത്. അപ്പോൾ ഞാൻ ടെമ്പിളിൻ്റെ ഒരു ഫോട്ടോ കിട്ടി. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല. ഉള്ളിൽ ഫോണൊന്നും അലൗഡ് അല്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയും ഉണ്ട് കേട്ടോ. നമ്മൾ രാവിലെ വളരെയധികം നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കാറിലുള്ള യാത്രയാണല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാസ്ട്രിക് പ്രോബ്ലം, വോമിറ്റിംഗ് ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ ഇനി യാത്ര തുടരാമെന്ന് വെച്ചിട്ട് നമ്മളൊരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. കല്യാണമായിട്ട് കല്യാണപ്പെണ്ണിനും ചെക്കനും കാണിക്കണ്ടേ? ഇതാണ് നമ്മുടെ കല്യാണപ്പെണ്ണും ചെക്കനും. ക്രിസ്ത്യൻ കല്യാണങ്ങളിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. വധുവരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതം മൂളുന്ന ഒരു സമയമാണിത്. കല്യാണം കഴിഞ്ഞ ഞങ്ങളെപ്പോലുള്ളവർക്ക് എന്താ പറയുക, തിരിഞ്ഞു നോക്കാവുന്ന ഒരു ഭാഗം കൂടിയാണിത്. കാരണം നമ്മൾ ഇതേപോലെ ഒരു 4-5 വർഷങ്ങൾക്ക് മുന്നേ ഇതേമാതിരി സമ്മതമൊക്കെ മൂളിയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. ഞാനൊക്കെ എപ്പോൾ തല്ലി കൂടിയാലും എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, ഏത് സമയത്താണ്, അതെ അതാണ് ഈ സമയത്താണ് ഞാൻ ആ സമ്മതം മൂളിയത്. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ചെറിയൊരു ചിരിയൊക്കെ വരും കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടി നമ്മുടെ മെയിൻ പരിപാടി കല്യാണത്തിന് പോയ ഫുഡിങ് ആണല്ലോ. നമ്മളത് ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെൽക്കം ഡ്രിങ്ക്സാണ് കഴിക്കണത്. ഞാൻ അധികം വെൽക്കം ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചില്ല കേട്ടോ. കാരണം ഫുഡ് കഴിക്കാനുള്ള കാരണം നമുക്ക് അധികം വെൽക്കം ഡ്രിങ്ക് വേണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതേ കല്യാണപ്പെണ്ണും ചെറുക്കനും ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതവരുടെ ഫാമിലിയാണ് മൊത്തത്തിൽ. അപ്പോൾ ഞങ്ങൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ. പക്ഷേ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം കൊച്ചുള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുവാണ്. കല്യാണം എന്ന് വെച്ചാൽ ഓഡിറ്റോറിയത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് കാണാനായിട്ട്. കല്യാണമാകുമ്പോൾ എന്തായാലും പാട്ടും ഡാൻസും എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഘോഷമാണ്. അതേ ആഘോഷത്തിൻ്റെ ആരവത്തിൽ കുറേ കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പലതരം പാട്ടിലായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ അമ്പ്രൂസും നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്വതവേ അവൻ വീട്ടിൽ ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിക്കുന്ന ആളാണ്. പക്ഷെ പുറത്ത് പോയ ആൾ കുറച്ച് നാണം കുണുങ്ങിയാന്ന് തോന്നുന്നു. അങ്ങനെയാണ് പൊതുവെ. അവൻ താഴത്തോട്ടേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ആൻറ്റിയുടെ മടിയിൽ ഇരുന്നിട്ട് തന്നെയായിരുന്നു ഡാൻസ്. പിന്നെ ഐസ്ക്രീം കഴിക്കലായിരുന്നു അച്ഛനും മോനും കൂടിയിട്ട്. കാരണം അവന് ഐസ്ക്രീം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കോൾഡ് വരും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ വളരെ കുറച്ച് ഐസ്ക്രീമാണ് കൊടുത്തത്. അപ്പോൾ അച്ഛനും മോനും കൂടിയിട്ട് ഐസ്ക്രീം ഭയങ്കരമായിട്ട് വാരി വലിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഐസ്ക്രീം ഇല്ല ആ പാത്രത്തിൽ എന്നാലും. അപ്പോൾ എനിക്ക് കല്യാണത്തിന് പോയി എൻ്റെ ഡ്രസ്സൊക്കെ കാണണ്ടേ. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയുണ്ട്, സിംഗിൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇത് ഞാൻ ബെട്രോത്തലിന് മനസ്സമ്മതത്തിന് പോയപ്പോൾ എടുത്ത ഡ്രസ്സാണ്. ഇതും ഓൺലൈനിൽ തന്നെ എടുത്തതാണ്. അപ്പോൾ ആ ഫോട്ടോസും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, എന്നാലല്ലേ ഇത് ഫുള്ളാവുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഡ്രസ്സ് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.